നമസ്കാരം, വന്ദനം, നമോ വാഗം. നമ്മുടെ ഡി ജി പി ആരാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ലോക്നാഥ് ബെഹ്റയാണ് നമ്മുടെ ഡി ജി പി എന്ന് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ അല്ല, ലോക്നാഥ് ബെഹ്റ മാറി. ഇപ്പോൾ നമ്മുടെ ഡി ജി പി ആണ് ഷേഖ് ദർവേഷ് സാഹിബ്. ഓ, കടിച്ചാപ്പൊട്ടാത്ത എല്ലുണ്ടയുടെ പേര് പോലെ ഇരിക്കുന്നല്ലേ. ഷേഖ് ദർവേഷ് സാഹിബ് എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ഡി ജി പി എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ അടി കൂടെ വിറയ്ക്കണം പ്രതികൾ എന്നുള്ള രീതിയിലാണോ പേരിട്ടെന്ന് അറിഞ്ഞൂടെ. എന്തായാലും ഷേഖ് ദർവേഷ് സാഹിബാണ് നമ്മുടെ ഡി ജി പി എന്ന് പറയുന്നത്. ഈ പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരനെ വലിയ രീതിയിൽ ആർക്കും മുഖപരിചയമില്ല. പുള്ളിക്കാരനെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം മാധ്യമങ്ങളുടെ മുമ്പിൽ പുള്ളിക്കാരൻ വലുതായിട്ട് വരാറില്ല. ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആയിരുന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക്നാഥ് ബെഹ്റ പലപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ വരും. എന്തുണ്ടെങ്കിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബൈറ്റ് കൊടുക്കാനായിട്ട് എത്തും. നല്ല രീതിയിൽ ലോക്നാഥ് ബെഹ്റ സംസാരിക്കും. ലോക്നാഥ് ബെഹ്റയും പാഷാണം ഷാജിയെ വെച്ച് ട്രോള് വരെ പല ആൾക്കാരും ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതിനുശേഷം അനിൽ ഗാന്ധ് ആയിരുന്നു നമ്മുടെ ഡി ജി പി. അനിൽ ഗാന്ധിനെയും വലിയ രീതിയിൽ നമ്മുടെ ജനങ്ങൾക്ക് അറിയാം. അനിൽ ഗാന്ധിനെയും വേറൊരു നടനെയും വെച്ചും ട്രോളുകൾ ഇറക്കിയിട്ടുണ്ട്. കാരണം ഇവരുടെ മുഖസാമ്യം ഉണ്ടെന്ന് പറഞ്ഞ ട്രോളന്മാരെ ആഘോഷിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അനിൽ ഗാന്ധിനും ശേഷം ഷേഖ് ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞൊരു ഡി ജി പി വരുന്നു. വലിയ രീതിയിൽ വലിയ യമകണ്ഠം പീസാണ്, വിറപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വന്ന ഷേഖ് ദർവേഷ് സാഹിബിന്റെ പല പല തട്ടിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷേഖ് ദർവേഷ് സാഹിബിനെ കോടതി എടുത്ത് വലിച്ചു വാരി ഉടുത്തൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ ആൾക്കാർ അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ നമുക്ക് അങ്ങനെ വിടാൻ പറ്റുമോ? ഇത്രയും കടിച്ചാൽ പൊട്ടാത്ത എള്ളുണ്ടേന്റെ പേരിട്ടൊക്കെ ഇരിക്കുന്ന നമ്മുടെ ഷേഖ് ദർവേഷ് സാഹിബിനെ കുറിച്ച് ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ നമ്മളതിന് വേണ്ട പ്രാധാന്യം കൊടുക്കണം, വേണ്ട പ്രാധാന്യം കൊടുത്ത് പറയണം. സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഷേഖ് ദർവേഷ് സാഹിബ് എന്ന് പറയുന്ന നമ്മുടെ മാന്യനായ ഡി ജി പി, അദ്ദേഹത്തിന്റെ പേരിൽ പേരൂർക്കട മണികണ്ഠേശ്വരത്ത് 10.8 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. ഈ സ്ഥലം അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഫരീദ ഫാത്തിമയുടെ പേരിലാണ് കിടക്കുന്നത്. ഫരീദ ഫാത്തിമയുടെ പേരിൽ കിടക്കുന്ന ഈ സ്ഥലം അദ്ദേഹം വിൽക്കാനായിട്ട് ഒരു പ്ലാൻ ഇടുന്നു. ആ വിൽക്കാനായിട്ട് ഒരു പ്ലാൻ ഇട്ട് അത് മേടിക്കാനായിട്ട് ഒരാളെ തരപ്പെടുത്തുന്നു. 74 ലക്ഷം രൂപയ്ക്കാണ് അത് മേടിക്കാനായിട്ട് ഉമർ എന്ന് പറഞ്ഞ ഒരാൾ എത്തുന്നത്. ഉമർ ഇത് വാങ്ങിക്കാൻ തയ്യാറായതിനു ശേഷം ഷേഖ് ദർവേഷ് സാഹിബിന് ആദ്യം ഒരു 15 ലക്ഷം രൂപ കൊടുക്കുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് 10 ലക്ഷം രൂപ കൊടുക്കുന്നു. 10 ലക്ഷം രൂപയും കൊടുത്തു കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഓഫീസിലെത്തി, അതായത് ദർവേഷ് സാഹിബിന്റെ ഓഫീസിലെത്തി ഒരു 5 ലക്ഷം രൂപ കൂടെ കൊടുക്കുന്നു. അപ്പം മൊത്തം 30 ലക്ഷം രൂപയായി. ഈ 30 ലക്ഷം രൂപ ഇയാൾക്ക് കൊടുത്തതിന് ശേഷം കരാർ, അതായത് ഈ തുക ഇത്രയും ഞാൻ കൈപ്പറ്റി എന്ന് ഷേഖ് ദർവേഷ് സാഹിബ് ഡി ജി പി കരാർ പത്രത്തിൽ എഴുതി നൽകുകയും ചെയ്തു. പോരാത്തതിന് എനിക്ക് യാതൊരുവിധ ബാധ്യതകളുമില്ല, ഞാൻ ഫ്രീ ബേർഡാണ് എന്ന് പറഞ്ഞാണ് ഷേഖ് ദർവേഷ് സാഹിബ് ഇതൊക്കെ എഴുതി നൽകുന്നത്. ഇത് എഴുതി നൽകിയതിന് പുറമെ ഒരു 30 ലക്ഷം രൂപ എനിക്കിപ്പോൾ കിട്ടണം എന്ന് ഷേഖ് ദർവേഷ് സാഹിബ് പറഞ്ഞു. പക്ഷേ 30 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ ഈ സ്ഥലത്തിന്റെ ആധാരം കാണണം എന്ന് ഉമർ പറഞ്ഞു. പക്ഷേ ആധാരം കാണണം എന്ന് ഉമർ പറഞ്ഞപ്പോൾ ഷേഖ് ദർവേഷ് സാഹിബ് ഇത് കാണിക്കാനായിട്ട് തയ്യാറായില്ല. അതാണ് പണ്ട് സുരാജ് പറയുന്നത്, എത്രയൊക്കെ വിനയം വാരിത്തേച്ച് മുഖത്ത് വെച്ചാലും ഉള്ളിലുള്ള ഫ്രാഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തള്ളി തള്ളി പുറത്തു വരും എന്ന് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മോട് പറയുന്ന ഡയലോഗ് ഷേഖ് ദർവേഷ് സാഹിബിനും അന്വർത്ഥമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അങ്ങനെ ഇതിന്റെ ആധാരം കാണിക്കാനായിട്ട് പറഞ്ഞപ്പോഴാണ് ഷേഖ് ദർവേഷ് സാഹിബിന്റെ തട്ടിപ്പ് പുറത്തു വരുന്നത്. ഈ ആധാരം പണയത്തിലാണ്. 26 ലക്ഷം രൂപയ്ക്ക് ഈ ആധാരം SBIയുടെ ആൽത്തറ ബ്രാഞ്ചിൽ പണയത്തിലാണ് എന്ന് ഉമർ അറിയാനായിട്ട് സാധിക്കുന്നു. ഉമറിന് ഇത് അറിയാനായിട്ട് സാധിച്ചത് 30 ലക്ഷം രൂപ, അതായത് ഞാൻ തന്ന 30 ലക്ഷം രൂപ എനിക്ക് മടക്കി വേണം, ന്യായമായിട്ടുള്ള ആവശ്യം. പറ്റിച്ച് പൈസ മേടിച്ചില്ലേ, അതുകൊണ്ട് വേറൊന്നും വേണ്ട, നിങ്ങളൊരു ഡി ജി പി അല്ലേ, ഈ 30 ലക്ഷം രൂപ പലിശയൊന്നും ഞാൻ ചോദിക്കുന്നില്ല, 30 ലക്ഷം രൂപ എനിക്ക് മടക്കി കിട്ടണം എന്ന് ഉമർ പറയുന്നു. പക്ഷേ നമ്മുടെ ഷേഖ് ദർവേഷ് സാഹിബ് ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇത് മടക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഉമർ വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസ് അയച്ചപ്പോഴും ഷേഖ് പറഞ്ഞു, വസ്തു നൽകാൻ കുഴപ്പമില്ല, 26 ലക്ഷം രൂപയല്ലേ ഉള്ളൂ, അത് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിട്ട് വസ്തു തിരിച്ചു കൊടുത്തോളാമെന്ന് പറഞ്ഞ് ഉമറിന്റെ കാല് പിടിച്ചു. പക്ഷേ ഉമർ അത് കേട്ടിട്ടും വഴങ്ങിയില്ല. അങ്ങനെ ഡി ജി പിക്കെതിരെ ആഭ്യന്തര അന്വേഷണം ഈ പോലീസിനകത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും നാണം കെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഷേഖ് ദർവേഷ് സാഹിബിനെ ഈ ഉമർ കോടതിയെ സമീപിച്ചതിന് പ്രകാരം പരാതിയിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിലാണ് ഷേഖ് ദർവേഷ് സാഹിബ് ഈ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു തന്നോളാന്ന് പറഞ്ഞ് ഉമറിന്റെ കാല് പിടിച്ച് ആ പൈസ തിരിച്ചു കൊടുത്തത്. ഇനി കോടതി നടപടികളുണ്ട്. കോടതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാര്യയുടെ പേരിലുള്ള ഭൂമി വിൽക്കാനായിട്ട് പ്രവാസിയായ ഉമർ ഷെരീഫിൽ നിന്ന് വാങ്ങിയ 30 ലക്ഷവും അഡ്വാൻസ് തുകയും അതിന്റെ പലിശയും നൽകി തിരുവനന്തപുരത്തെ 2ാം സബ് കോടതിയിൽ ഈ കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ ഷേഖ് ദർവേഷ് സാഹിബ് ശ്രമിച്ചു. അവസാനം ഉമർ അതിന് സമ്മതിച്ചു. അതായത് പലിശ അടക്കം തിരിച്ചു കൊടുത്താണ് ഈ കേസ് ദർവേഷ് സാഹിബ് ഒത്തുതീർപ്പാക്കി എടുത്തത്. ഈ പൈസ തിരിച്ചു കൊടുക്കാത്ത സാഹചര്യത്തിൽ ഇയാളുടെ ഭൂമി അടക്കം ജപ്തി ചെയ്യാനായിട്ട് കോടതി നടപടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ തുക കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമേ ഭൂമി കൈമാറ്റവും ചെയ്യാനാവുകയുള്ളൂ എന്നൊരു നടപടിയും വന്നു. നൽകിയ തുകയും പണവും തിരിച്ചു കിട്ടിയതിനാൽ, അതായത് ഉമറിന് ഈ പൈസ ഇയാൾ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും കേസ് അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഉമർ കോടതിയിൽ പോയി ഈ
കേസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഈ കേസ് ഞാൻ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ദർബേഷ് സാഹിബ് ഊരി വന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. പുള്ളിയുടെ പേരൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദുറൈ സിംഗോ ആയിരിക്കുമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സുള്ള ആരുടെയും കാല് പിടിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു പാവം മനുഷ്യനാണ് ഷെയ്ഖ് ദർബേഷ് സാഹിബ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പിണറായി വിജയനാണല്ലോ അദ്ദേഹത്തെ വെച്ചത്. അപ്പോൾ പിന്നെ ലോല മനസ്സായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ശരി.